യേശു ഒരു മുസ്ലിമായിരുന്നു. യേശു ദൈവത്തെ അരമായ ഭാഷയിൽ ആലാഹ എന്നാണ് വിളിച്ചിരുന്നത്. അത് അറബി ഭാഷയിലെ അള്ളാഹു എന്ന വാക്കുമായി വളരെയേറെ സാമ്യമുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന അള്ളാഹുവും ആലാഹിയും ഒന്നല്ല. അത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല, തീർച്ചയായും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ആണ് ഞാൻ ഈ പറഞ്ഞ യാ ഇലാഹ ഇല്ല ആലാഹ എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കാത്തത്. ആളെ പറ്റിയാണ് ഇത്ര ഉടായ്പ നമ്പറുകൾ കയ്യിൽ വെച്ചേക്കുക, ഇങ്ങോട്ടേക്ക് ഇറക്കണ്ട. ഹീബ്രു വാക്കായ ഇലോഹിം, അരമായ ഭാഷയിലെ ആലാഹ, അറബിക് വാക്കായിട്ടുള്ള ഇലാഹ്, ഇവയെല്ലാം ഒരേ എറ്റിമോളജിക്കൽ റൂട്ടിൽ നിന്നും വരുന്ന വാക്കുകളായതുകൊണ്ട് ഇതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് വാദിക്കുന്നത് നിങ്ങളുടെ ലോജിക്ക് പൂർണ്ണമായും തെറ്റാണ്. ഇതൊരു ലോജിക്കൽ ഫാലസിയാണ്. ജെനറ്റിക് ഫാലസി എന്ന് പറയും, എറ്റിമോളജിക്കൽ ഫാലസി എന്നും വിളിക്കാം. മാത്രമല്ല യേശു ദൈവത്തെ വിളിക്കുന്നത് ആബ്ബ, പിതാവേ എന്നാണ്. അതായത് സ്വന്തം പിതാവിനോടാണ് അവിടുന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ യേശു ദൈവത്തെ സംബോധന ചെയ്തതുപോലെയാണ് ഞങ്ങൾ ദൈവത്തെ സംബോധന ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനു മുൻപ് ആദ്യം യേശു സംബോധന ചെയ്തതുപോലെ ആബാ പിതാവേ എന്ന് ദൈവത്തെ വിളിച്ചുകൊണ്ട് പറ. നട്ടല്ലുണ്ടെങ്കിൽ പറഞ്ഞു കാണിക്കുക.